ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയത്. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും സന്ദർശനം നടത്തും. റിപ്പോർട്ട് 6 മാസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നും CN രാമചന്ദ്രൻ പറഞ്ഞു. ഈ ജയിൽ ചാടിയതിന് ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ആരുടെ ഭാഗത്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വ്യക്തിപരമായിട്ട് ആർക്കും ഇതിലായിട്ട് എൻക്വയറി ഞങ്ങൾ ചെയ്യുന്നില്ല. അത് ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറിയുടെ ഭാഗമാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏത് സാഹചര്യത്തിൽ ചാടി ഇങ്ങനെയൊരു സാഹചര്യം ജയിലിൽ എങ്ങനെ ഉണ്ടായി അത് തടയുക എന്നുള്ളതാണ്. സുരക്ഷാ വീഴ്ചയെല്ലാം നോക്കും. പൊതുവെ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണോ, അവരുടെ അടുത്ത് വീഴ്ച ഉണ്ടായോ അതൊക്കെ നോക്കും. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, ഇപ്പോഴും സമിതിയുടെ സന്ദർശനം തുടരുകയാണോ? പ്രധാനമായി ജയിലിലുണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ പരിശോധിക്കുന്നത്? ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകാനും ഒപ്പം ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പിനുണ്ടായ അപാകതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാനും സംസ്ഥാന സർക്കാർ 2 കമ്മീഷൻ നിയമിച്ചിരുന്നു. പ്രസിഡന്റ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ പോലീസ് മേധാവി ജെ സുരേന്ദ്രനാണ് എന്നിവരായിരുന്നു ഈ സമിതിയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് ഈ ജയിലിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശുപാർശ നൽകാനാണ് അന്വേഷണ സമിതിയോട് സർക്കാർ പ്രധാനമായും നിർദ്ദേശിച്ചിട്ടുള്ളത്. തടവ് ചേടാൻ സഹായകരമായ സാഹചര്യങ്ങൾ വിലയിരുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നും നാളെയുമാണ് സമിതി കണ്ണൂരിൽ പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് 2 സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. ഇന്നും നാളെയും സമിതി കണ്ണൂരിൽ പരിശോധന നടത്തും. ജൂലൈ 25 പുലർച്ചെയാണ് ഗോവിന്ദസ്വാമി ജയിലിന്റെ മതിൽ ചാടി കടന്നു കളയാൻ ശ്രമിച്ചത്. 4 കിലോമീറ്റർ അകലെ തലാപ്പിലെ കെട്ടിടത്തിലെ കിണറ്റിൽ നിന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു. ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം മറ്റാരുടെയും സഹായം ലഭിക്കാതെയാണെന്നായിരുന്നു ഉത്തരമേഖല ജയിൽ DIG വിജയകുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇരുമ്പഴി മുറിച്ചത് സംബന്ധിച്ച് ശാസ്ത്രീയ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഗോവിന്ദസ്വാമി കടന്നു കളയാൻ CCTV ദൃശ്യങ്ങൾ ചോർന്നതും വിവാദമായിരുന്നു. ജയിൽ സുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയവും അന്വേഷിക്കണമെന്ന് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായക്ക് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. CCTV നിരീക്ഷണം കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ജയിൽ ചാട്ടം ഒഴിവാക്കാമായിരുന്നു എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഇതെല്ലാം സമിതിയുടെ മുന്നാകെ വരും. ഉത്തരമേഖല DIG വിജയകുമാർ അദ്ദേഹവും ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ 2 സമിതിയെ സ്വീകരിക്കുകയും ആ ജയിലിലേക്ക് അവർക്കൊപ്പം പോവുകയും ചെയ്തിട്ടുണ്ട്. വേണ്ടി വന്നാൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. മാത്രമല്ല എന്തൊക്കെയാണ് ഈ വീഴ്ചകൾ ഉണ്ടായതെന്ന് പരിശോധിക്കും. പ്രധാനമായും ജയിലിൽ തടവുകാരുടെ എണ്ണം കൂടുന്നു, ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുന്നു തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല കണ്ണൂർ സെൻട്രൽ ജയിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജയിലുകളും, തുറന്ന ജയിലടക്കം കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും സമിതി പരിശോധന നടത്തും. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നേരത്തെ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അല്പസമയം മുമ്പ് CN രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിലാണ് ഇപ്പോൾ സർക്കാർ നിയോഗിച്ച സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തിവരുന്നത്. സുനിൽ ഐസക് ആണ് വിവരങ്ങൾ നൽകിയത്.